ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പെയിൻറ്റിംഗ് ആണ്. അത് ഞാനൊരു ടിഷ്യൂ മെറ്റീരിയലിൽ ചെയ്ത ഒരു കൃഷ്ണൻ്റെ പെയിൻറ്റിംഗ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ 90 അപ്പോൾ അതിന് ഇങ്ങനെ ഒരു പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പീസ് എനിക്ക് ആദ്യം തന്നെ അളവെടുത്ത് മുറിച്ച് തന്നു വിട്ടാക്കണേണ്. ഇത് പെയിൻറ്റ് ചെയ്തിട്ട് വേണം ഇത് തയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു കൃഷ്ണനെയാണ് ഞാൻ വരയ്ക്കാൻ പോണത്. ഇതിപ്പോൾ ഞാൻ നെറ്റിൽ നോക്കി വരച്ചെടുത്തതാണ് ഈ കൃഷ്ണനെ. ഇപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ട്രേസ് എടുക്കാം, ഫോണിൽ നിന്ന് ട്രേസ് എടുത്തും വരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഞാൻ ഈ ഒരു മെറ്റീരിയലിലോട്ട് വരയ്ക്കാൻ പോണേണ്. അതിന് ഞാൻ ബ്ലാക്ക് കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യണത്. യെല്ലോ യൂസ് ചെയ്ത് ആദ്യം വരച്ച് നോക്കി, പക്ഷെ അത് ക്ലിയർ ആവുണ്ടായില്ല. അതുകൊണ്ട് ബ്ലാക്ക് കാർബൺ പേപ്പർ യൂസ് ചെയ്ത് നല്ലോണം ട്രേസ് ചെയ്തെടുക്കുക പെൻസിൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫുള്ള് ട്രേസ് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഇത് എംബ്രോയ്ഡറി ഫ്രെയിം വെച്ചിട്ടൊന്ന് ടൈറ്റ് ആക്കണം ആ ഒരു ക്ലോത്ത്. അപ്പോഴാണ് നമുക്ക് ആ പെയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യണത് ഫാബ്രിക് പെയിൻ്റ് ആണ്, ഫേബർ കാസലിൻ്റെ. ഇതിൽ 12 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ പോയിൻറ്റഡ് ബ്രഷാണ് യൂസ് ചെയ്യണത്, 000 ആണ് യൂസ് ചെയ്യണത്. എന്നിട്ട് ഫുള്ള് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലാക്ക് വെച്ച് ഫുൾ ഔട്ട്ലൈൻ ചെയ്തെടുത്തു. ഇനി ഞാൻ അടുത്തത് ഈ ഒരു ലെമൺ യെല്ലോ കളറാണ് എടുക്കുന്നത്. അത് നമ്മൾ എല്ലാ ഓർണമെൻറ്റ്സിനും പിന്നെ ആ ഒരു കുടമില്ല അതിനും അങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ അടിച്ചു കൊടുക്കുകയാണ് ബേസായിട്ട്. അപ്പോൾ ആ യെല്ലോ ഒരു കോട്ട് അടിച്ചതിന് ശേഷം ഈ ഒരു ക്രിംസൺ ഈ കളറും പിന്നെ യെല്ലോവും കൂടി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു കളറാക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി ആ അടിച്ച പോർഷൻസിലൊക്കെ ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് ഹെയറിൽ ബ്ലാക്ക് കളർ അടിച്ചെടുക്കാം ഫുള്ളായിട്ട്. ഇനി ഈ ക്രിംസൺ കളറ് നേരത്തെ ആ യെല്ലോ പോർഷനൊക്കെ അടിച്ച സ്ഥലത്ത് ഇതേപോലെ ഒന്ന് ഔട്ട്ലൈൻ ആക്കി അടിച്ചു കൊടുക്കുക. ഇവിടെ ഈ കുടത്തിന് ഞാൻ ഈ കളറും വെച്ച് തന്നെ ജസ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ഭാഗത്ത് കളർ അടിച്ചു കൊടുക്കാം. അതിന് ഈ ബ്ലൂ ആണ് യൂസ് ചെയ്യണത്. ഈ ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കളറാണ് അടിച്ചു കൊടുക്കണേ ബാക്കി പോർഷനിൽ. ഇനി നമുക്ക് ഈ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് നല്ലോണം ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്തത് നമുക്ക് ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അവിടെ ഒരു എക്സ്ട്രാ ഒരു മയിൽപ്പീലിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്രെയിമൊക്കെ മാറ്റാം. ഇനി നല്ലോണം ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ റിവേഴ്സ് സൈഡിൽ നല്ലോണം അയൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്താക്കണ ഫോട്ടോ ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം കേട്ടോ ഈ വീഡിയോയുടെ കൂടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.